നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ കൊടുക്കാം. എന്നെ മീറ്റിംഗിന് വേണ്ടി ക്ഷണിച്ച പ്രിയ ബിന്ദു ബിജിത സിസ്റ്റർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായി വേർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ സഹോദരൻ ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവരും ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. ഇരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കാം. ആരെങ്കിലും ഒരാളെ വായിച്ചാൽ ഇരമ്യാ പ്രവചനം 29-ാം അധ്യായം 10-ാം വാക്യം. അവൻ ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. സ്തോത്രം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നാളെ രാവിലെ നിങ്ങൾക്ക് വിടുതൽ കിട്ടുമെന്നാണ് വാക്യമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു സ്തോത്രം പറഞ്ഞേനെ, 2 അന്യഭാഷ്യം പറഞ്ഞേനെ. പക്ഷെ ഇരമ്യാ പ്രവാചകനിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിൽ 70 സംവത്സരം കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ നിങ്ങളെ സന്ദർശിക്കത്തുള്ളൂ. ഇത് ഇഷ്ടമില്ലാത്തൊരു പ്രവചനമാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രവചനം കേൾക്കാൻ ഇഷ്ടം. ആമേൻ, സ്തോത്രം. ദൈവം എന്തെങ്കിലും നാളെ പ്രവർത്തിക്കും, അടുത്ത സെക്കൻഡിൽ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പറയും ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, എല്ലാ സമയത്തും ദൈവം ഇങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയാണല്ലോ, അല്ലെ? ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം സ്തോത്രം ദൈവിക സമയങ്ങളിലോട്ട് നമ്മളെ കൊണ്ടുപോവുക. ഒരിക്കൽ ലാസറിന്റെ കല്ലറയ്ക്ക് മുൻപിൽ എത്തിയപ്പോൾ സ്തോത്രം അടുത്ത 3 ദിവസം ആകുവാൻ യേശു കാത്തിരുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് എന്താണെന്നറിയാമോ? ഈ കാത്തിരിപ്പാണ്. സ്തോത്രം. അന്നു തന്നെ വന്ന് എന്നെ വിടുവിച്ചിരുന്നെങ്കിൽ എന്ന് ലാസറിന്റെ സഹോദരി പറഞ്ഞു. കർത്താവേ, നീ വന്നിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എന്നാൽ അതിൻ്റെ അപ്പുറത്താണ് ദൈവപദ്ധതി. അമേൻ. നമ്മുടെ ചിന്ത സ്തോത്രം മരിക്കുന്നതിന് മുന്നമേ വന്ന് സൗഖ്യമാക്കുന്ന യേശുവിനെ കുറിച്ചാ. ഇതുവരെ ലോകം കണ്ടത് അങ്ങനെയാ. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി 3 ദിവസം കൂടെ ലേറ്റ് ആക്കിയിട്ട് സ്തോത്രം നിന്റെ അവിശ്വാസത്തിന്റെ അവസാന ചരടും പൊട്ടിച്ച് കളഞ്ഞിട്ട് 3-ാം ദിവസം ഒരു എഴുന്നേൽപ്പ് തരാനാ. സ്തോത്രം, സ്തോത്രം. മനസ്സിലായില്ല? ഇന്ന് രാത്രി ആരൊക്കെയോ പറയുന്നു, എന്റെ സമയം കഴിഞ്ഞു പോയോ? ഇല്ല, സമയം കഴിഞ്ഞിട്ടില്ല. നിന്റെ സമയം വരാൻ പോകുന്നതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയുക, നിന്റെ സമയം കഴിഞ്ഞിട്ടില്ല, നിന്റെ സമയം വരാൻ പോകുന്നതേ ഉള്ളൂ. ലോകം കണ്ടിട്ടില്ലാത്ത നന്മകൾ, ഓ സ്തോത്രം, നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങൾ ദൈവം നിന്റെ ഭവനത്തിൽ വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം. നമുക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ സർക്കിളിൻ്റെ അകത്ത് ദൈവത്തെ കൊണ്ടുവരിക. നിന്റെ സർക്കിളിന്റെ അകത്തല്ല ദൈവം വരുന്നത്, ദൈവത്തിന്റെ സർക്കിളിലോട്ട് നീ കയറാൻ പോകുക. ഓ, ദൈവത്തിന്റെ മണ്ഡലത്തിലോട്ട് നീ കയറുമ്പോൾ നിന്റെ വഴികൾ ഓപ്പണാകും. പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ദൈവിക മണ്ഡലങ്ങളിലോട്ട് നീ കയറാൻ തയ്യാറായിക്കോണം. സ്തോത്രം. എനിക്കൊരു പ്രയാസം വരുമ്പോൾ ഭയങ്കര മൂഡൌട്ടാ. അമേൻ, സ്തോത്രം. ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാ. പക്ഷേ സ്തോത്രം, ദൈവിക പദ്ധതികൾ നടക്കേണ്ടതിന് നമ്മുടെ ചിന്തകൾ നമ്മൾ മാറ്റിവെക്കണം. പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്, നിന്റെ ചിന്തകൾ സ്തോത്രം ഇന്നതാണെങ്കിൽ ആ ചിന്തകളെ നീ മാറ്റാൻ തയ്യാറാകണം. അടുത്ത 70 സംവത്സരം കഴിയുമ്പോൾ നിന്നെ ഒരു വിടുതൽ നടക്കാൻ പോകുക. ചിലർക്ക് 3 ദിവസം കഴിയുമ്പോൾ ഒരു വിടുതൽ നടക്കാൻ പോകുക. ചിലർക്ക് 7-ാം ദിവസത്തിൽ വിടുതൽ നടക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് പറയുന്നു, 21 ദിവസം തീരുന്നതിന് മുന്നമേ ഇവിടെ ഇരിക്കുന്ന പലതിന്റെയും ഭവനത്തിൽ ചില വിടുതൽ നടക്കും. നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുന്നമേ ചില സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നു. സ്തോത്രം. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്, ഈ 70 സംവത്സരം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ മടക്കി വരുത്തും. സ്തോത്രം. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇരിക്കേണ്ട സ്ഥലത്തല്ല ഇവരിയ്ക്കുന്നത് സ്തോത്രം ദൈവിക പദ്ധതികൾക്ക് വെളിയില്ല. എന്തുകൊണ്ടാണ് ഇവർ ദൈവിക പദ്ധതികൾക്ക് വെളിയിലായെന്ന് ചോദിച്ചാൽ, ഇവർ ദൈവത്തോട് പാപം ചെയ്തു. പലപ്പോഴും നമ്മുടെ നന്മകൾ തടസ്സപ്പെടാൻ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തോട് പാപം ചെയ്തത് കൊണ്ടാണ്. ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക, ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ ഭാഗത്തിൽ നിന്നും ഏതെല്ലാം മേഖലയിൽ ഞാൻ മടങ്ങി വരണമോ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ എന്നെ മടക്കി വരുത്തണമേ. എന്നെ ദൈവം മടക്കി വരുത്തുമ്പോൾ എൻ്റെ പ്രവാസം തീരും. ഇസ്രായേൽ ജനത്തിൽ പാപം ഉണ്ടായിരുന്നത് കൊണ്ട് ഫറവോന്റെ കീഴിൽ വർഷങ്ങൾ അവർ ഇരിക്കേണ്ടി വന്നു. പക്ഷേ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരെ മടക്കി വരുത്തി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നീ ദൈവത്തോട് നിലവിളിക്കയാൽ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കയാൽ നിന്റെ കുടുംബത്തിൽ ഒരു മടങ്ങി വരവ്, പ്രവാസത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും വെല്ലുവിളിയിൽ നിന്നും ദൈവം ചിലതിനെ മടക്കി വരുത്താൻ പോകുക. ആമേൻ, സ്തോത്രം.
ഓ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ കാണുകയാ എൻ്റെ ജീവിതം മടങ്ങി വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതം മടങ്ങി വരുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നു. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും നിന്നെ ദൈവം മടക്കി വരുത്താൻ പോകുകയാ. സ്തോത്രം. യിരെമ്യാ പ്രവചനം 21:10 ഒരാൾ വായിക്കാവോ? യിരെമ്യാ പ്രവചനം 21:10. നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ വച്ചിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിനെ ബാബേൽ രാജാവിന്റെ കയ്യിലേൽപ്പിക്കും. അവൻ അതിനെ തീ വെച്ച് ചുട്ടുകളയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്തോത്രം. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ സ്തോത്രം ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുത്തതാ, പക്ഷെ എനിക്ക് വിടുതലായിട്ടില്ല. ചിലത് പറയും ഞാൻ 40 എടുത്തു. ചിലത് പറയാറുണ്ട് ഞാൻ ദൈവത്തിന് ഇത്ര പൈസ കൊടുത്തു, പക്ഷെ എൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം വരുന്നില്ല. സ്തോത്രം. യിരെമ്യാ പ്രവചനത്തിൽ യിരെമ്യാ പറയുക, ഞാൻ ഈ നഗരത്തിന് നേരെ നന്മയ്ക്കല്ല തിന്മയ്ക്ക് അത്രയും വെച്ചിരിക്കുന്നു. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തിന്മ വരാൻ കാരണങ്ങളുണ്ട്. ആമേൻ. പലരും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ്. എൻ്റെ ജീവിതത്തിൽ തിന്മ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഇന്ന് രാത്രി ആ കാരണത്തെ ഇല്ലാതെയാക്കുമ്പോൾ തിന്മ നന്മയായി മാറും. ഓ സ്തോത്രം. ഇത് പരിശുദ്ധ വചനത്തോട് പറയുക, നിന്റെ നന്മകൾക്ക് വിരോധമായിട്ട് എന്താണോ വെളിപ്പെട്ട് നിൽക്കുന്നത് ആ കാരണത്തെ ഇല്ലാതെയാക്കണം. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ചില കാരണങ്ങളെ നീ കണ്ടെത്താൻ പോകുക. ഓ സ്തോത്രം. ഒരു പക്ഷേ ദൈവം നമ്മളോട് പറയാം, നിങ്ങളുടെ മക്കളിൽ ഒരാളെ സുവിശേഷ വില കൊടുക്കണമെന്ന്. നമ്മൾ മസല് പിടിച്ച് നിൽക്കുക, പറ്റത്തില്ല കർത്താവേ. സ്തോത്രം. അപ്പോൾ നമ്മുടെ വാതിൽ അടയപ്പെടും. നമ്മളോട് ദൈവം പറയും, സ്തോത്രം, നീ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യം ചെയ്യാൻ പോകണമെന്നുള്ളത്. യോനയോട് ദൈവം പറഞ്ഞു, നീ ഇന്ന സ്ഥലത്തോട്ടോ. യോന പറഞ്ഞു പോകത്തില്ല. യോനയെ പിടിച്ച് എന്നാ ചേരുന്നറിയാമോ? മത്സ്യത്തിന്റെ വയറ്റിലോട്ടിട്ടു. നമ്മുടെ പലരുടെ അവസ്ഥ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന അവസ്ഥയാ. എന്ന് വെച്ചാൽ സ്തോത്രം, നമ്മൾ ഇപ്പൊ തീരുവെന്നാ ചിന്തിക്കുന്നത്. പക്ഷെ ഓർക്കുക, ദൈവത്തിന്റെ സ്ഥലത്തോട്ട് നീ എത്തുമ്പോൾ, ഓ പരിശുദ്ധ വചനത്തോട് സംസാരിച്ച് ദൈവിക നിർണയങ്ങളിലോട്ട് നീ കാലെടുത്ത് വെക്കുമ്പോൾ എന്നാ സംഭവിക്കുമെന്ന് അറിയാമോ? നിന്റെ ജീവിതത്തിൽ അപ്പോൾ വിടുതൽ സ്റ്റാർട്ട് ചെയ്യും. സ്തോത്രം. യോനയെ നീ പ്രവചിക്കാൻ തയ്യാറാകുമ്പോൾ, ഓ ദൈവ വൈതലേ, നീ ദൈവിക പദ്ധതിയിലോട്ടേക്ക് മടങ്ങി വരുമ്പോൾ നിന്റെ തിന്മ നന്മയായി മാറും. ചിലർ പറയാറുണ്ട്, എന്റെ കുടുംബ ജീവിതത്തിൽ തിന്മയാണ്, ഓ എന്റെ സഭയിൽ തിന്മയാണ്, ഓ എന്റെ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തെല്ലാം എനിക്ക് പ്രതിസന്ധിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കാനല്ല, തിന്മ നൽകാനല്ല ഞാൻ വിളിച്ചത്, മറിച്ച് നിന്റെ തിന്മകളെയെല്ലാം നന്മകളാക്കുവാൻ ഞാൻ നിന്റെ ഈ ദിവസങ്ങൾ പണിയാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക, നിന്റെ തിന്മകളെല്ലാം ദൈവം നന്മയാക്കി മാറ്റുവാൻ പദ്ധതിയിടുക. സ്തോത്രം. ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫ് ഒരുപാട് തിന്മ അനുഭവിച്ചതാ കേട്ടോ, ഒരുപാട് കഷ്ടത അനുഭവിച്ചതാ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. ജോസഫിന്റെ ജീവിതത്തിൽ റാഹേൽ എന്ന് പറയുന്ന വ്യക്തി, സ്തോത്രം, വാഗ്ദത്ത ദേശത്തെത്തുന്നതിന് മുന്നമേ മരണപ്പെട്ടു. ഓ സ്തോത്രം. എന്നാൽ ജോസഫിന്റെ സഹോദരൻ ബെന്യാമിൻ യാക്കോബിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പ്രശ്നങ്ങളുടെ എല്ലാം മധ്യത്തിൽ യാക്കോബ് ദൈവത്തോട് നിലവിളിച്ചു. കാരാഗ്രഹത്തിന്റെ അകത്തുനിന്നും ജോസഫ് ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ ഞങ്ങളുടെ കഷ്ടത എന്നു തീരും? ഇന്ന് രാത്രി ആരോ എന്നെ കേൾക്കുന്നുവല്ലോ, എന്റെ കഷ്ടത എന്നു തീരും? എന്റെ വെല്ലുവിളി എന്നു തീരും? എന്റെ ബുദ്ധിമുട്ട് എന്നു തീരും? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ പറയുക, നിന്റെ കഷ്ടതകൾ തീരാൻ സമയമായി. യേശുവിന്റെ അധികാരം ആരോടൊക്കെ ആഴമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. യാക്കോബേ, നീ കണ്ണടയുന്നതിന് മുന്നമേ നിന്റെ വാഗ്ദത്തം നീ കണ്ടിരിക്കും, നിന്റെ ജോസഫിനെ കണ്ടിരിക്കും. ജോസഫേ, നിന്റെ കഷ്ടതകൾ മാറി, നീ മിസ്രൈമിൽ പ്രൈം മിനിസ്റ്റർ ആകാൻ പോകുക. ഓ ഉഡാമന വൈഷമന റഗൽഖമാന, ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, കഷ്ടതകൾ തീരാൻ പോകുന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആരാധിക്കുന്ന പള്ളിയിൽ ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ ഞായറാഴ്ച പള്ളിയിൽ വരാൻ വിളിച്ചാൽ, ഒരു അക്രൈസ്തവനെ വിളിച്ചാൽ, അവൻ പറയുന്നൊരു വരം തന്നെ, നീ ആദ്യം രക്ഷപ്പെട എന്നെ വിളിക്കാൻ.
സ്തോത്രം. മനസ്സിലായില്ല? ഞങ്ങളുടെ നാട്ടിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഞാൻ പല സ്ഥലത്ത് പറഞ്ഞതാണ്. ഒരിക്കൽ ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ ആ കുടുംബത്തിൽ വിസിറ്റിങ്ങിന് പോയപ്പോൾ അദ്ദേഹം കുറച്ച് പുതിയ നിയമവും കുറച്ച് ട്രാക്റ്റും കൊടുത്തിട്ട് അവരോട് പറഞ്ഞു അപ്പുറത്തെ വീടുകളിലൊക്കെ ചെന്ന് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ആ പെന്തക്കോസുകാർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ വീട്ടിൽ എന്നും അടിയും ലഹളയും പ്രശ്നങ്ങളും ആ മാസ്റ്ററെ, ഞങ്ങൾ ഈ ട്രാക്റ്റ് അവർക്ക് കൊണ്ടു കൊടുത്താൽ ആദ്യം നിങ്ങൾ നന്നായിട്ട് വരാൻ വേണ്ടി അവർ പറയും. അപ്പം ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളോ രക്ഷപ്പെട്ടില്ല, നിങ്ങളെങ്കിൽ ഇത് വായിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ മതിയെന്ന്. സ്തോത്രം. മനസ്സിലായില്ല? ഞങ്ങളോ രക്ഷപ്പെട്ടില്ല, നിങ്ങളേലും രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുതിയ നിയമം കൊടുത്താൽ മതിയെന്ന്. ഇതുപോലെയാണ് പലരുടെയും കാര്യം. നിന്റെ ജീവിതത്തിൽ ചില വിടുതൽ നടക്കണം. ഓ സ്തോത്രം. ബാബേൽ രാജാവിന്റെ കൈ കടക്കാനല്ല നിന്നെ വിളിച്ചത്. ഓ സ്തോത്രം. മിസ്രയീമിന്റെ അടിമത്തത്തിൽ കടക്കാനല്ല നിന്നെ വിളിച്ചത്. ഇന്ന് രാത്രി നിന്റെ തിന്മയെ നന്മയാക്കുവാനായി ഉപവാസം, നിന്റെ തിന്മയെ നന്മയാക്കാനാണ് ഞാൻ പ്രസംഗിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ചില തലമുറകളിൽ നന്മ വെളിപ്പെടാൻ പോകുക. ഓ ഉഡാമന വൈഡാർകൽക്കമാന, ചില കുടുംബങ്ങളിൽ നന്മകൾ വെളിപ്പെടാൻ പോകുക. ഹൃദയത്തിന്റെ അകത്ത് ഇന്ന് രാത്രി പരിശുദ്ധമോ ശക്തമായി ഇടപെടുന്നു. ുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. നമ്മൾ ക്രിസ്ത്യ ജീവിതം ആരംഭിച്ച കാലങ്ങളിൽ ആദ്യം വിടുതൽ ഭയങ്കരമായിരുന്നു. ഇപ്പൊ ദൈവത്തിനൊരു അനക്കമില്ല. ഓ എത്ര ശാസിച്ചിട്ടും സാത്താൻ പോകുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും ഭൂതം പോകുന്നില്ല. ഓ എന്റെ സാമ്പത്തിക വിടുതൽ നടക്കുന്നില്ലെന്ന് പറഞ്ഞ ആരോ ഉണ്ടല്ലോ. ദൈവാത്മാ പറയുക, ഞാൻ നിന്നെ ബാബേൽ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. നമ്മുടെ കർത്താവ് യേശു ക്രൂശിൽ കിടന്ന് മരിച്ചപ്പോൾ യഹൂദന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും ലൂസിഫറും എല്ലാം പറഞ്ഞു അവൻ തീർന്നു. പക്ഷെ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു നിലവിളിച്ചു. ആ നിലവിളിയുടെ മുമ്പിൽ ആ വലിയ മന്ദിരത്തിന്റെ തിരശീല മുകൾ തൊട്ട് താഴോട് കീറിപ്പോയി. യേശു പറഞ്ഞു, ഇനി നിനക്ക് തടസ്സങ്ങളില്ല, നിന്നെ തടയുന്ന പാരമ്പര്യത്തിന്റെ ശക്തികളെ ഞാൻ കീറിക്കളഞ്ഞു. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധമ പറയുക, ചിലതിനെല്ലാം ഞാൻ കീറിയിരിക്കയാ. ഓ നിന്റെ കുടുംബം വിടുവിക്കപ്പെടാൻ പോകുക. നീ കീറപ്പെടണ്ട. യേശു നിനക്ക് വേണ്ടി ചിലതിനെ കീറിക്കളഞ്ഞു. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. സ്തോത്രം. ചില ആളുകൾ സ്തോത്രം, ചില കുടുംബങ്ങൾക്കകത്ത് ചില മാറാരോഗങ്ങളുണ്ട്, ഉത്തരവില്ല. ചില കുടുംബങ്ങൾക്കകത്ത് സ്തോത്രം മാനസാന്തരപ്പെടാത്ത ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നിതിനൊരു അവസാനം വരും? ഓ നാം സേവിക്കുന്ന ദൈവത്തിന് ശക്തിയില്ലയോ? നാം സേവിക്കുന്ന ദൈവം ശക്തനല്ലയോ? പരിശുദ്ധാത്മാവിന് നമ്മെ വിടുവിക്കാൻ താല്പര്യമില്ലയോ? ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഞാനൊരു ദൂത് പറയട്ടെ, നിന്നെ വിടുവിപ്പാനാ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഓ നിന്റെ കുടുംബത്തിലെ കെട്ടുകളെപ്പാനാ ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചത്. ഓ ഇനി നീ കരയുവാനല്ല, മറിച്ച് നീ എഴുന്നേൽക്കാൻ പോകുക. ഓ 2026 നമ്മൾ ഒരുമിച്ച് എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തോട് സ്തുതിച്ചാട്ടെ. 2026 നമ്മൾ ഒരുമിച്ച് എഴുന്നേൽക്കാൻ പോകുക. ഓ നമ്മളെ വെല്ലുവിളിക്കുന്നവരുടെ മധ്യത്തിൽ നമ്മുടെ തല ഉയരാൻ പോകുന്നു. ഓ സ്തോത്രം, നമ്മുടെ തല ഉയരാൻ പോകുക. ഇരമ്യ പ്രവചനം 25-ാം അധ്യായം 12-ാം വാക്യം വായിക്കാമോ? ഇരമ്യ പ്രവചനം 25:12. സ്തോത്രം. 70 സംവത്സരം കഴിയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിക്കും, അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇപ്പോൾ സ്തോത്രം, ജനം എവിടെ ഇരിക്കാന്നറിയാമോ? ബാബേൽ രാജാവിന്റെ അടുത്തിരിക്കുക. അതിന്റെ അകത്തുള്ള അകൃത്യത്തിന്റെ അകത്ത് ഇവർ ശ്വാസം മുട്ടുക. വിളിക്കപ്പെട്ട ജനമാണ്, സ്തോത്രം, വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. പക്ഷേ ശ്വാസമുട്ടല. ആരോ സ്തോത്രം ശ്വാസം മുട്ടിക്കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നല്ലോ, എനിക്കെന്നൊരു വിടുതലുണ്ടെന്ന് അല്ലേ? അപ്പോൾ ദൈവത്തിന് ആത്മാവ് പറയുകയാണ്, തികയാൻ സമയമായി. സ്തോത്രം. നിന്റെ ശ്വാസം മുട്ടൽ മാറും. ഓ നിന്റെ വല്ലാത്ത സമ്മർദ്ദങ്ങൾ മാറും, നിന്റെ സ്ട്രെസ്സുകൾ മാറും, ജോലിയിലുള്ള പ്രശ്നങ്ങൾ മാറും. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഓ സ്തോത്രം. നിനക്ക് ഒരു രീതിയിലും വെളി വരാൻ പറ്റാത്ത വിധത്തിൽ നിന്നെ 4 പാട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിന്നെ വെല്ലുവിളിക്കുന്ന ബാബേൽ രാജാവിന്റെ അകൃത്യത്തെ ഞാൻ സന്ദർശിക്കാൻ പോകുക. ഓ പ്രമോഷൻ ഇല്ലാതെ, സാമ്പത്തിക ഉയർച്ചയില്ലാതെ നിന്നെ 4 പാടും ചുറ്റിവരിയുന്ന ഓ വെല്ലുവിളികളോട് ഞാൻ കൽപ്പിക്കുക, യേശുവിൻ നാമത്തിൽ മാറുക. സ്തോത്രം. പലപ്പോഴും വിശ്വാസം കുറഞ്ഞു പോയോ? വിശ്വാസം നിന്നിൽ കുറഞ്ഞു പോയെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുക. സ്തോത്രം. ഞാൻ ഒരുപാട് വർഷം ദൈവത്തിന്റെ വേലയൊക്കെ ചെയ്ത്
നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ 16-ാമത്തെ വയസ്സ് മുതൽ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ഒരാളാണ്. ഇന്നും ദൈവം എന്നെ നിർത്തുന്നു. നിൽക്കുന്നവൻ വീഴാതിരിപ്പോൾ സൂക്ഷിച്ചു കൊട്ടണ ദൈവജനം പറയുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഇന്നുവരെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ ദൈവവേലയൊക്കെ ചെയ്യുമ്പോൾ സ്തോത്രം വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ദൈവവേല ചെയ്തത്. സ്തോത്രം. കാരണം ഈ ആരും അധികം ഈ മേഖല രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. കുറെ കാലം ദൈവവേല ചെയ്തു കഴിഞ്ഞാൽ പലരും പിന്മാറ്റത്തെ പോകുന്നതും തകരുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരിക്കലും ഒരു പ്രവാചകനെ കണ്ടത്. സ്തോത്രം. ആ പ്രവാചകൻ എന്നോട് പ്രവചനം പറഞ്ഞു, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ഭയങ്കര അത്ഭുതം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, നിനക്ക് ധാരാളം ഭൗതിക നന്മകളും സാമ്പത്തിക നന്മകളെല്ലാം ഞാൻ തരാൻ പോകാന്ന് പറഞ്ഞു. നിന്നെ ഞാൻ മറ്റൊരു രാജ്യത്തോട്ട് അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ പ്രവചനം കെട്ടി ചിരിച്ചു. സ്തോത്രം. അത് ഞാനൊന്നും വിശ്വസിച്ചില്ല. കാര്യം എന്തെന്നറിയാമോ? എനിക്ക് മുന്നേ പോയ പലരും ഒന്നും പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതെല്ലാം കള്ളമാണെന്ന് സ്തോത്രം ഇവർ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചതാ. കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. നിന്നെ വാലല്ല തലയാക്കുമെന്നും നിന്നെ രാജ്യങ്ങളോട്ട് കൊണ്ടുപോകുന്നൊക്കെ പറയും. കേൾക്കാനൊരു സുഖമുള്ളതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പോകും. സ്തോത്രം. പക്ഷെ നടക്കുമെന്നൊരു പ്രതീക്ഷയില്ല. അങ്ങനെയുള്ള ഒരു ആരൊക്കെ ഇവിടെ ഉണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. കേൾക്കാൻ വേണ്ടി വരുന്നവരെ നടക്കുന്ന ഒരു പ്രതീക്ഷയില്ല. അങ്ങനെയായിരുന്നു ഞാൻ നിങ്ങളെയും കാട്ടി ഭയങ്കര അവിശ്വാസിയായിരുന്നു. കാരണം പെന്തക്കോസുകാരനാണ്, പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചാണ്. പക്ഷെ ഇതിലൊന്നും സത്യം എന്താ പറയുക, നടന്നോ ഇല്ല എന്നുള്ളൊരു മനോഭാവമായിരുന്നു. പക്ഷെ ദൈവത്തോട് അവിശ്വസ്തത ചെയ്യത്തില്ലായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, ഉപവസിക്കുമായിരുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം നടന്നെന്നുള്ളതാ. മനസ്സിലായില്ല? സ്തോത്രം. എൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ഓർത്തോണം കേട്ടോ. പ്രതിസന്ധി വർദ്ധിച്ചു, എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാൻ പെട്ടല്ലോ, ഇനി ഞാൻ എന്നാ ചെയ്യും? പ്രതിസന്ധി, ബാബേൽ രാജാവിന്റെ പ്രതിസന്ധി വർദ്ധിക്കുമ്പോൾ ഓർത്തോണം, നിന്റെ പ്രവാസം തീർന്നു. ആരോടൊക്കെ ദൈവാത്മാ സംസാരിക്കുക, ഇനി മുന്നോട്ടേക്ക് പോവാൻ ഒക്കത്തില്ല കർത്താവേ എന്ന് പറയുന്ന ആരോ ഇത് കേൾക്കുന്നല്ലോ. ചില ഏലിയാവുമാർ കേൾക്കുന്നല്ലോ. ഇല്ല ഏലിയാവേ, നിനക്കൊരു ദീർഘദൂര യാത്ര ചെയ്യാനുണ്ട്. നിനക്കൊരു ദീർഘദൂര യാത്ര ചെയ്യാനുണ്ട്. ഞാൻ ബാബേൽ രാജാവിന്റെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ വിടുവിക്കും. ജാതികളുടെ നിന്നയിൽ നിന്നും ഞാൻ നിന്നെ വിടുവിക്കും. നീ വിട്ടുവന്ന പാരമ്പര്യ ശക്തികളിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. നീ മടങ്ങിപ്പോകേണ്ടി വരത്തില്ല. നീ മുന്നോട്ട് പോകാൻ തയ്യാറായിക്കോ. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ നടന്നു എന്നുള്ള ഭയങ്കര അത്ഭുതം. സ്തോത്രം. ഓരോ ദിവസങ്ങളിലും എന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുക. പരിശുദ്ധാത്മാ പറയുക, വാഗ്ദത്തങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കും. ദൈവസ്നേഹം നമുക്ക് വർദ്ധിക്കും. ഇന്ന് രാത്രി നിന്റെ ദൈവസ്നേഹം വർദ്ധിക്കാൻ പോകുക. നീ കെട്ടപ്പെട്ട് കിടക്കേണ്ടവനല്ല. ഓരോ ദിവസങ്ങളിലും ദൈവത്തെ സ്തുതിക്കേണ്ടവനാ. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, എപ്പോഴും സ്തോത്രത്താലും പരിശുദ്ധാത്മാവിനാലും ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോ നിമിഷം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ചത്ത വിശ്വാസിയല്ല ദൈവത്തിന് വേണ്ടത്, സ്തോത്രം, ജീവിക്കുന്ന വിശ്വാസിയാ. സ്തോത്രം. ഒരിക്കലും ഒരു ഉപദേശം പറഞ്ഞു, ചിലത് പറയാറുണ്ട്, എനിക്ക് ഉൽപ്പത്തിക്ക് മുമ്പും അറിയാം, വെളിപ്പാടിന് ശേഷവും അറിയാമെന്ന്. അവനെ നോക്കി ദൈവം പറയും, ഗബ്രിയേലിനോട് എൻ്റെ മകൻ മന്ദബുദ്ധി ഇതാ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ചിലർക്കെല്ലാം അറിയാം, ദൈവത്തെക്കുറിച്ച് മാത്രം അറിയത്തില്ല, ദൈവിക വെളിപ്പാടുകളെ കുറിച്ച് അറിയത്തില്ല, ദൈവിക ദർശനങ്ങളെ കുറിച്ച് അറിയത്തില്ല. യേശു പറഞ്ഞു, മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്തവരെ, ഇന്ന് രാത്രി വിശ്വസിക്ക. ദൈവം നിന്നെ വിടുവിക്കാൻ പോകുക. യേശുവിന്റെ സാന്നിധ്യം നിന്നെ ഉയർത്താൻ പോകുക. നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? ഉൽപ്പത്തിക്കിന്റെ വെളിപ്പാടിന്റെ അകത്ത് ദൈവം പകർന്ന റെവലേഷൻ എന്റെ അകത്തോട്ട് കത്തുമ്പോൾ എന്റെ വാതിൽ തുറക്കപ്പെടും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ വാതിൽ തുറക്കുന്നതിന് തടസ്സമായി നിന്റെ മുന്നിലുള്ള അവിശ്വാസത്തെ ഈ ഉപവാസത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രി ആരുടെയൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, നീ ചിറക് വീശി പറക്കാൻ സമയമായി. ആമേൻ. നീ ചിറക് വീശി പറക്കാൻ സമയമായി. വാഗ്ദത്തത്തിലോട്ട് നീ കയറാൻ സമയമായി. ആമേൻ. സ്തോത്രം. ഇരമ്യാവ് 51:8 വായിക്കാവോ? നിങ്ങൾ പുതിയ നിയമത്തിന്റെ വാക്യം വായിച്ചിട്ട് പെട്ടെന്ന് കൊടിയ കാറ്റടിച്ചു. പെട്ടെന്നാണ് കാര്യങ്ങൾ സംഭവിക്കുക. മനസ്സിലായില്ല? പെട്ടെന്ന് ബാബേൽ തകർന്നു. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് രാത്രി നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നതിന് മുന്നമേ പെട്ടെന്നൊരു വിടുതൽ നടക്കാൻ പോകുകയാണ്. ഞാൻ ഈ ബൈബിൾ അല്ലാതെ ഞാൻ പ്രസംഗിക്കാത്ത വ്യക്തിയാ. ഞാൻ വെളിയിൽ നിന്നൊന്നും എടുക്കുന്നില്ല. ഇതിന്റെ അകത്തുനിന്ന് തന്നെ ഞാൻ പറയുക, പെട്ടെന്നൊരു വിടുതൽ ഇന്ന് രാത്രി എത്ര പേരുടെ ജീവിതത്തിലാണ് നടക്കാൻ പോകുകയാണെന്ന് അറിയാവോ? ഇന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുക. പെട്ടെന്ന് ബാബേൽ വീണ് തകർന്നു. വർഷങ്ങളായി ജനത്തെ ബന്ധിച്ച ബന്ധനങ്ങൾ, ബാബേലിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വീണ് തകരാൻ പോകുക. പെട്ടെന്നൊരു സൗഖ്യം.
പെട്ടെന്നൊരു സാമ്പത്തിക നന്മ, പെട്ടെന്ന് നിന്റെ വിസ റെഡിയാകുക, പെട്ടെന്ന് നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരുക യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോകുക. അടര റകൽക്കമാന വൈഷമന ഹസ്തര ജഗൽക്ക ആത്മമണ്ഡലത്തിൽ ദൈവാത്മാവ് ചിലതിനെ ബലപ്പെടുത്തുകയാ. നീ തളർന്നിരിക്കുമ്പോൾ, ബാബേലിന്റെ മുമ്പിൽ നീ പൊടിഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ ശക്തിയെ ഞാൻ ക്ഷയിപ്പിക്കാൻ പോകുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. സ്തോത്രം. ഒരിക്കൽ ഞാൻ പറയട്ടെ, ഇസ്രായേൽ ജനം ഫറവോന്റെ കീഴിലായിരിക്കുമ്പോൾ ഫറവോന്റെ സൈന്യം ഇസ്രായേൽ ജനത്തിന്റെ പിറകെ വന്നു. ഞാൻ ചിന്തിച്ചു, കർത്താവേ, എന്നാത്തിനെ ഇത്ര ഇട്ട് ചുറ്റിക്കുന്നേ? ആ ഒരു ദൂതനെ അയച്ചിട്ട് അവനങ്ങ് തകർത്തൂടെ? സ്തോത്രം. ഒരു ദൂതനെ അയച്ച് അവനങ്ങനെ പൊളിച്ചൂടെ? സ്തോത്രം. ഞാൻ പറയട്ടെ, നിന്റെ പിറകെ ശക്തികൾ കടന്നു വരുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം, കൂടുതൽ മഹത്വം വെളിപ്പെടാനാണ്. ആമേൻ. സ്തോത്രം. ഫറവോന്റെ രഥചക്രങ്ങളെ നോട്ടം കൊണ്ട് ഓട്ടത്തെ തകരുമാറാക്കിയ ദൈവത്തിന്റെ ശക്തി അവനെ മനസ്സിലാക്കി കൊടുത്തു, ലോകത്തെ മനസ്സിലാക്കി കൊടുത്തു, നമ്മളെ മനസ്സിലാക്കി തന്നു. അവനെ ദൈവം ഗാലറിയിൽ ഇട്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ജയം കാണേണ്ടതിന്. പരിശുദ്ധമ്മ പറയുക, ഫറവോന്റെ ശക്തികളും ബാബേലിലെ ശക്തികളും നീ ജയിക്കുന്നത് കാണുവാൻ ഗാലറിക്കകത്തിരിക്കുക. നിന്റെ പിറകെ നിന്നെ പരിഹസിക്കുന്നവരും വെല്ലുവിളിക്കുന്നവരും നിന്റെ ജയം കാണാൻ പോകുക. നിന്റെ ജയത്തെ നിന്റെ ശത്രുക്കൾ കാണാൻ പോകുക. ബാബേൽ രാജാവിന്റെ ശക്തികൾ തകരുമ്പോൾ അവര് കാണും നീ ജയിച്ചു കയറുന്നത്. വിളിക്കപ്പെടാത്ത മേഖലകളിൽ എനിക്ക് വിളികിട്ടി തുടങ്ങി. ശുശ്രൂഷകളിൽ ദൈവാത്മാ പറയുക, നീ ഏകാന്തമായി ദൈവത്തോട് കരയുമ്പോൾ, ബാബേലിന്റെ അടിമത്തത്തിന്റെ കീഴിൽ നിലവിളിക്കുമ്പോൾ ആരും കാണുന്നില്ലെന്ന് കരുതി കാണുന്നൊരു കണ്ണു ഉയർത്തിലുണ്ട് എന്ന് പറഞ്ഞ സിസ്റ്ററോട് പരിശുദ്ധമ പറയുന്നു, ഈ ദിവസങ്ങളിൽ ചില ഏകാന്ത മേഖലകൾക്കകത്ത് നിങ്ങളുടെ വെല്ലുവിളികളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു മാറ്റം തരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജപമെടുക്കുന്നു. ഒരു സ്തോത്രം. ചൂരച്ചെടിയുടെ അവസ്ഥയും മരുഭൂമിയുടെ മേഖലകളിലെല്ലാം ദൈവം ഹാഗറിന്റെയും ഏലിയാവിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ചലനം ഉണ്ടാകാൻ പോകുകയാണ്. സ്തോത്രം. നന്നായി വളരുന്ന ഒരു വൃക്ഷത്തെ സ്തോത്രം വളർച്ച മുരടിച്ചതുപോലെ അതിന്റെ സ്തോത്രം പച്ചപ്പുകളും അതിന്റെ പുഷ്ടിയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിന്റെ അടുത്ത് മറ്റു ചിലതൊക്കെ വളർന്നു വന്ന് അതിന് ഞെരിക്കുന്ന ഒരു അനുഭവം പരിശുദ്ധാത്മാവിനെ കാണിക്കുക. ഉടാമന വൈഷമന. എന്നാൽ സ്തോത്രം, ഇരുവശങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കകത്തൊരു തീ കത്താൻ പോകുക. നിങ്ങളുടെ ഉപവാസത്തിന്റെ അകത്തൊരു തീ കത്താൻ പോകുക. നിങ്ങളുടെ തലമുറകൾക്കകത്തൊരു ഉണർവ് കത്താൻ പോകുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവില നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായിരിക്കുന്ന തടസ്സങ്ങളെ ബ്രേക്ക് ചെയ്യുന്നു. നേരെ വളരേണ്ട പലതും വളഞ്ഞുപോയി. നിവർന്ന് ബലപ്പെടേണ്ട പലയിടങ്ങളും ബലഹീനമായി പോയി. പരിശുദ്ധാത്മാവ് പറയുന്നു, സാമ്പത്തിക മേഖലകളിലും നിങ്ങളുടെ ഭാവി മേഖലകളിലെല്ലാം ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ കരം നിങ്ങളുടെ കുടുംബത്തെ വെളിപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ വായിച്ചു, പെട്ടെന്ന് ബാബേൽ തകർന്നുപോയി. എങ്ങനെയാ തകർന്നത്? സ്തോത്രം. ഇന്ന് രാത്രി പറയുകയാണ്, ദൈവത്തിന് തകർക്കുവാൻ നെബൂഖദ്നേസർ രാജാവിന്റെ സ്തോത്രം മുൻപിൽ തകർച്ചയുടെ ശക്തിയുമായി ദൂതൻ കടന്നു വന്നതുപോലെ നിങ്ങൾ കാണാൻ പോകുക. സ്തോത്രം. ചില തകരുന്ന രാജ്യങ്ങൾ, ചില യുദ്ധങ്ങൾ നിങ്ങൾ കാണാൻ പോകുക. പരിശുദ്ധമാവിനോട് പറയുന്നു, ഈ ദിവസങ്ങൾക്കകത്ത് ലോകത്തിന്റെ അവസാനത്തിന്റെ ചില അടയാളങ്ങൾ കാണും. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധശ്രുതികൾ നിങ്ങൾ കേൾക്കാൻ പോകുക. ഈ ദിവസങ്ങളിൽ സ്തോത്ര പരിശുദ്ധാത്മാവ് ദൈവജനത്തെ അതിശക്തിയോടുകൂടെ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൈവസഭകളോട് ആലോചന പറയുന്നു. ചില ഭരണമാറ്റങ്ങൾ, ചില ഉന്നത അധികാരങ്ങളിലുള്ള ഭരണങ്ങൾ മാറുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുന്നു. ലോകരാജ്യങ്ങൾക്കകത്ത് ഭരണമാറ്റങ്ങൾ സംഭവിക്കും. ചില അധികാരങ്ങളുടെ അവസാനങ്ങൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഈ ദിവസങ്ങൾ ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, മനോഹരമായിരിക്കുന്ന നദികളുള്ള ചില സ്ഥലങ്ങളെല്ലാം ബോംബുകൾ വീഴുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുക.
മനോഹരമായിരിക്കുന്ന നദികൾ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവിക ന്യായവിധികൾ പോലെ, ദൈവത്തിൻ്റെതായിരിക്കുന്ന ചില ന്യായവിധികൾ പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വെളിപ്പാടി കാണിക്കുന്നു. ഇന്ന് രാത്രി ദൈവജനം ആത്മാവിൽ ദൂതേറ്റെടുക്കട്ടെ. ഈ ദിവസങ്ങൾ പ്രാർത്ഥനയിൽ വർദ്ധിക്കട്ടെ. യേശുവിന്റെ വരവിന്റെ സമയമെടുത്തു. യേശുവിന്റെ വരവിന്റെ സമയമെടുത്തു. ബാബേലിന്റെ അധികാരങ്ങൾ, ദൈവസഭയ്ക്കെതിരുള്ള വെല്ലുവിളികളെല്ലാം ദൈവം അതിനെ തകർക്കാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള ജയമെടുക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് രാജ്യങ്ങളോടുള്ള പ്രവചനം എന്നോട് സംസാരിക്കുക, വ്യക്തികളോടുള്ള പ്രവചനം എന്നോട് സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കും. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? പെട്ടെന്ന് ചില കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ തുടങ്ങും. അത് ദേശങ്ങളിലോട്ട് വ്യാപരിക്കും, അത് രാജ്യങ്ങളിലോട്ട് വ്യാപരിക്കും. പെട്ടെന്ന് പെട്ടെന്ന് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വെളിപ്പാട് കാണുക. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്ന അറിയത്തില്ല. ഒരു പക്ഷി കണക്കെ അതിവേഗത്തിൽ കുതിക്കുന്ന ഈ മിസൈല് പോലെ എന്തോ ഒരു സാധനം ഞാൻ കാണുക. സ്തോത്രം. ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവ് ഞാൻ ഒത്തിരി ഒന്നും വായിച്ച അറിവുകളില്ല. പക്ഷേ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈല് പോലുള്ള എന്തൊക്കെയോ സംഭവങ്ങള് ദൈവാത്മാവിനെ വെളിപ്പാടി കാണിക്കുക. ദൈവജനം ഉണരട്ടെ. പരിശുദ്ധാത്മാവ് ചില ബാബേൽ രാജ്യങ്ങളെ ദൈവിക ന്യായവിധികളേക്കാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ജയമെടുക്കുന്നു എന്ന് പറയണ. അതിനെക്കുറിച്ച് മുറയിടുവീൻ. ആമേൻ, ആമേൻ. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെക്കുറിച്ച് മുറയിടുവീൻ. അതിന്റെ വേദനയ്ക്ക് തൈലം കൊണ്ടുവരുവീൻ. പക്ഷേ അതിന് സൗഖ്യം വരും. ഇന്ന് രാത്രി പരിശുദ്ധമ പറയുക, എവിടെയൊക്കെയാണോ നീ മുറിവേറ്റിരിക്കുന്നത്, നീ ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ഗിലെയാദിലെ ദൈവത്തിന്റെ വൈദ്യൻ വന്ന് അതിന് തൈലമിട്ട് സൗഖ്യമാക്കാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള ആരെങ്കിലും ഇവിടെ തകർന്നിരിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൈലവുമായി നിങ്ങളുടെ മധ്യ ഇറങ്ങി വരികയാ. ചില കുടുംബങ്ങളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഷൈനി ഫെനി എന്ന് പറയുന്ന ആ സിസ്റ്ററോട് ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം ഒരു പരിധിക്ക് മുകളിൽ വളരാനൊക്കാതുള്ള ചില കാര്യങ്ങളിലെല്ലാം ദൈവം മാറ്റം തരും. സ്തോത്രം. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഈ ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഉയരത്തിലോട്ട് പോകാതെ വണ്ണം ചില വെല്ലുവിളികൾ ഇറങ്ങി വന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു ഇറങ്ങി വന്നു. എന്നാൽ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയങ്ങളിലെല്ലാം മറുപടി കൊടുത്തതുപോലെ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില മറുപടികൾ വെളിപ്പെടാൻ പോകുക. ചില രാജ്യങ്ങളോട് കണക്ട് ചെയ്ത് ദൈവം നിങ്ങൾക്ക് ചില വഴികൾ തുറക്കും. ദൈവാത്മാവ് എന്നെ ഒരു ബുക്കും ഒരു പേപ്പറും കാണിക്കുക. എന്തല്ലോ അതിൽ എഴുതുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ചലനങ്ങളെ കുറിച്ച് പരിശുദ്ധമായി എഴുതി കാണിക്കുക. ഓ സ്തോത്രം, നിങ്ങളുടെ കൈകളിൽ ഒരു സ്തോത്രം ദൈവത്തിന്റെ ഒരു പന്തം, ഉണർവിന്റെ ഒരു പന്തം പരിശുദ്ധമാവനെ കാണിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ നിങ്ങൾ തുറക്കപ്പെടുന്നത് കണ്ട് അത്ഭുതപ്പെടാൻ പോകുക. ഓ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന അതിനൊരു നിമിത്തമാണെന്ന് പരിശുദ്ധമ പറയുന്നു. ദൈവം രാത്രി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സ്തോത്രം. എന്റെ മെസ്സേജ് എനിക്ക് പ്രസംഗിക്കാൻ പറ്റാത്തതുപോലെ വെളിപ്പാടുകളും പ്രവചനങ്ങളും വരിക. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് പോലെ ഞാൻ മുന്നോട്ട് പോകുന്നു. കറക്റ്റ് സമയത്ത് ഞാൻ നിർത്തും. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോട് കൂടി ഇരിക്കണം. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാം ദൈവത്തിന്റെ ആത്മാവ് അതേ യിരെമ്യാ പ്രവാചകന്റെ കൂടി പറയുകയാണ്, ഇത്രയും കാലം തടസ്സമായി നിന്ന ബാബേലിനെ ദൈവം വെട്ടിക്കെട്ടോ. സ്തോത്രം. ഇത്രയും കാലം സ്തോത്രം തിന്മയാണെന്ന് കരുതി നമ്മളൊക്കെ കരുതാറില്ല, എന്റെ ജീവിതത്തിൽ എന്താ തിന്മ ഭവിക്കുന്നത്? നേരത്തെ നമ്മൾ വായിച്ചല്ലോ, സ്തോത്രം, ഞാൻ എന്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര വെച്ചിരിക്കുന്നു എന്ന്. എന്നാൽ യിരെമ്യാ 21-ൽ പറഞ്ഞ ആ പ്രവചനം മാറി 29-ൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു നിരൂപണം നിരൂപിക്കുന്നുണ്ട്. അത് തിന്മയ്ക്കല്ല നന്മയ്ക്ക എന്ന് വെച്ചാൽ 21-ാം അധ്യായത്തിൽ തിന്മയാണെങ്കിൽ 29-ാം അധ്യായത്തിൽ നന്മയായി മാറി. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇന്ന് എത്രാം ദിവസത്തെ ഉപവാസമാണ്? ഇത് എത്രാം ദിവസമാണ് സിസ്റ്ററെ? 20-ാം ദിവസത്തെ ഉപവാസമാണ് അല്ലേ?
സ്തോത്രം. പരിശുദ്ധമ പറയുക, ഇന്ന് രാത്രി സ്തോത്രം, ഈ 20ാമത്തെ ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ 1ാമത്തെ ദിവസത്തിലെ തിന്മയല്ല, 20ാം ദിവസത്തിൽ നന്മയെ മാറാൻ പോകുക. സ്തോത്രം. മനസ്സിലായില്ല? അവൻ 21ാം അധ്യായത്തിൽ എതിര് പ്രവചനമായിരുന്നു, എന്താണ്? തിന്മ വരുമെന്ന്. എന്നാൽ 29-ലായപ്പോൾ എന്റെ ദൈവത്തിന് അവനോട് കരുണ തോന്നി. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചിലതിനോട് ദൈവത്തിന് കരുണ തോന്നുക. ഓ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ തോന്നുന്ന ദൈവം പറയുക, നിങ്ങളുടെ ഭാവി സെറ്റിലാകാൻ പോകുന്നു. ശുഭഭാവി വരാൻ പോകുക. ദൈവാത്മാവ് ചിലർ ദൂത് പറയുന്നു, ശുഭഭാവി ചിലതിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോകുക. ചിലർ ചിന്തിക്കാറുണ്ട് കേട്ടോ, എന്റെ മക്കളുടെ ഭാവി എന്താകും, സ്തോത്രം, എന്റെ കുടുംബത്തിന്റെ ഭാവി എന്താകും എന്നൊക്കെ ചിന്തിക്കുന്നില്ലേ? പരിശുദ്ധന്മാർ പ്രവാചകങ്ങൾ കൂടി പറഞ്ഞു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവിയെ ഞാൻ നിങ്ങൾക്ക് നൽകി തരാൻ പോകുന്നു. ഓ, അത് തിന്മയല്ല, നന്മയാണ്. ബാബേലിന് തിന്മ ഭവിക്കുമ്പോൾ എന്റെ ജനത്തിന് നന്മ ഭവിക്കും. ബാബേൽ തകരുമ്പോൾ എന്റെ ജനം പണിയപ്പെടും. ആമേൻ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഈ കൊറോണയൊക്കെ വന്ന സമയം, നമ്മുടെ നാട്ടിൽ കൊറോണ വന്ന സമയത്ത് എല്ലാ മേഖലയും ഷട്ട് ഡൗൺ ആയി. ഓസ്ട്രേലിയയിൽ വെളിയിലിറങ്ങാൻ പറ്റുന്ന സാഹചര്യം വന്നു. അന്ന് ജോലിക്ക് 2 പേർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ സ്തോത്രം, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? പക്ഷെ നിങ്ങൾക്കറിയാവോ, ആ കൊറോണ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് എന്നെ തേടി വന്നത്, ഞങ്ങളുടെ കുടുംബത്തെ തേടി വന്നത്. പലരും പറഞ്ഞ് ഫിനാൻസായി ഭയങ്കര തടസ്സമാണെന്നാ. ഞാൻ പറയട്ടെ, പ്രതിസന്ധിയുടെ നടുവിൽ തിന്മയെ ദൈവം നന്മയാക്കി മാറ്റും. ഓ ഉഡാമന. അന്ന് സ്തോത്രം, സംഹാരദൂതൻ പരിസരത്ത് വന്ന് തിന്മയല്ല നന്മ വരും. ഓ സ്തോത്രം. അന്നൊരു ഉപദേശി പ്രവചിച്ച ഒരു പ്രവചനം ഞാൻ ഓർക്കുന്നു. കഷ്ടതയുടെ വർഷമായിരിക്കും ഈ വർഷം. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ പിടിച്ചിരിക്കാൻ ഒക്കത്തുള്ളൂ. അനേകം മരണങ്ങൾ നമ്മൾ കണ്ടു കേട്ടോ. എൻ്റെ ഭവനത്തിൽ എല്ലാവർക്കും കൊറോണ വന്നു, പക്ഷേ ഒരാളുടെ ജീവന് പോലും അപകടം വന്നില്ല. ഇന്ന് രാത്രി പരിശുദ്ധമ പറയുക, ബാബേൽ തകരുന്നത് നീ കാണും, പക്ഷേ അത് നിനക്ക് തിന്മയാകത്തില്ല, നിനക്കത് നന്മയായി മാറും. ഇന്ന് വിളിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധമ പറയുക, ജീവനുള്ളവരുടെ ദേശത്ത് ഓ ദൈവത്തിന്റെ നന്മയെ പ്രസ്താവിക്കേണ്ടതിന് ദൈവം ചില തിന്മകളെ മാറ്റാൻ പോകുക. ഓ സ്തോത്രം. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഞാൻ പേടിക്കത്തില്ല. ഉച്ചക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ. അപ്പുറത്ത് ശൗൽ വീണ് മരിച്ചത് നീ കേൾക്കും, അപ്പുറത്ത് പല അപകടങ്ങൾ നീ കേൾക്കും. പക്ഷെ എന്റെ പ്രാണനെ കാക്കുന്നവരോടുകൂടെ ദൈവത്തിന്റെ ദൂതന്മാരുണ്ടെന്നേ. സ്തോത്രം. എന്റെ പ്രാണനെ കാക്കുന്നവരോടുകൂടെ ദൈവത്തിന്റെ ദൂതന്മാർ എനിക്ക് വേണ്ടി ജാഗരിക്കുക. ഇന്ന് രാത്രി അടുക്ക പരിശുദ്ധമോ സംസാരിക്കുന്നു, നിനക്ക് വേണ്ടി ദൈവം ജാഗരിക്കുന്നു. സ്തോത്രം. താഴോട്ടേക്ക് വരുമ്പോൾ കാണുന്നത് കേട്ടോ. സ്തോത്രം. നിങ്ങളെ കുറിച്ച് ചില നിരൂപണങ്ങളുണ്ട്, അതെല്ലാം നന്മയ്ക്കായി മാറ്റാൻ പോകുക. അടുത്ത 12ാം വാക്യം പറയുന്നു, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധമ്മ പറയുക, 20ാം ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ഓ, നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചെന്ന് തോന്നുമ്പോൾ നിനക്ക് വേണ്ടി രാജ്യങ്ങളുടെ വാതിൽ ഓപ്പണാകും. നിന്റെ എല്ലാ വിഷയങ്ങളും അടഞ്ഞുപോയെന്ന് തോന്നുമ്പോൾ നിനക്ക് വേണ്ടി സ്തോത്രം റിലീസാകേണ്ട നന്മകൾ റിലീസാകും. പരിശുദ്ധമ്മ പറയുക, ചിലതിന്റെ ശുശ്രൂഷകൾ വർദ്ധിക്കാൻ പോകുന്നു. സിസ്റ്ററോട് പരിശുദ്ധമ പറയുന്നു, നിങ്ങളുടെ മിനിസ്ട്രി മേഖലയിൽ ഒരു വ്യത്യാസം വരും കേട്ടോ. ഉഡാമന. സ്തോത്രം. ഈ ഒരു മേഖലയിൽ നിന്നും മറ്റൊരു മേഖലയിലോട്ട് കയറി ചെല്ലാനൊക്കാതെ, ഈ പടർന്നു കയറാനൊക്കാതുള്ള മേഖലകളെല്ലാം മാറി പരിശുദ്ധന്മാവ് ജോസഫിനെ പോലെ സ്തോത്രം പടർന്നു കയറുന്ന അനുഭവത്തിലോട്ട് മാറ്റാൻ പോകുക. ആ ബിന്ദു വിജയ സിസ്റ്ററുടെ ജീവിതത്തിൽ സ്തോത്രം മിനിസ്ട്രി മേഖലയിലും ഭൗതിക മേഖലകളെല്ലാം ഉള്ള തടസ്സങ്ങളെ അതിജീവിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി പരിശുദ്ധമ തരിക. ഉഡാമന വൈഡ റകൽക്കമാന. ഞാനൊരു വെളിപ്പാട് കാണുന്നു. ഒരു ദൂതൻ സ്തോത്രം കയ്യിൽ ഒരു പരിചയമായി നിൽക്കുന്ന ഒരു വെളിപ്പാട്. അദ്ദേഹത്തിന്റെ തലയിലെല്ലാം ഒരു പ്രത്യേക സ്തോത്രം ഒരു ശിരസ്ത്ര എന്തോ ഒരു ഇതുപോലെ സംഭവം ഷാള് കൊണ്ടിട്ടിരിക്കുക. തലയിൽ സ്തോത്രം ഒരു പ്രത്യേക അധികാരത്തിൻ്റെതായിരിക്കുന്ന ഒരു സംഭവം ഇരിപ്പുണ്ട്. പരിശുദ്ധമ പറയുക, ദൈവിക ശുശ്രൂഷകളുടെ
ഒരു ചേഞ്ച് ദിവസങ്ങൾ നടക്കും. അങ്ങനെ ഒരു ദൂതനെ ഞാൻ കാണുക. ദൈവിക ശുശ്രൂഷകളുടെ വ്യത്യാസം, ചില മേഖലകൾക്കകത്ത് ചില സൗഖ്യങ്ങൾ നടക്കുന്നത് പോലെ ഉടാമന വൈഷമന റകൽക്കമാന. ഈ ദിവസങ്ങളിൽ പരിശുദ്ധം പറയും, അനേകർ കൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള വഴികൾ ഓപ്പൺ ചെയ്യും. ഈ ശുശ്രൂഷയുടെ ബൗണ്ടറികൾ പരിശുദ്ധം ഓപ്പൺ ചെയ്യാൻ പോകുക. ഇന്ന് രാത്രി ദൈവ ശുശ്രൂഷയുടെ ജീവിതത്തെ മാറ്റാൻ പോകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സ്തോത്രം. ഇന്ന് രാത്രി പറയുക, നമ്മുടെ ഭാവി, സ്തോത്രം, നമ്മുടെ വിസയിലല്ല, നമ്മുടെ ഭാവി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലല്ല, മറിച്ച് എന്റെ തിന്മയെ നന്മയാക്കുന്ന എന്റെ ദൈവത്തിന്റെ കാര്യത്തിലാ. ആമേൻ. നീ എവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്നത് നിന്റെ മാതാപിതാക്കളോ, സ്തോത്രം, നിന്നെ പഠിപ്പിച്ച സാറന്മാരോ അല്ല, മറിച്ച് നിന്നെ വിളിച്ച സർവശക്തന ദൈവം തീരുമാനിക്കും നീ എവിടെ എത്തണമെന്ന്. സ്തോത്രം. ഈ റൺവേ കൂടെ വിമാനം ഓടുമ്പോൾ ഉണ്ടല്ലോ, എല്ലാം കരുതും ഇവൻ പൊങ്ങത്തില്ലെന്ന്. പക്ഷെ കുറച്ചോടുമ്പോൾ, സ്തോത്രം, ഇവന് പൊക്കം വെച്ചു തുടങ്ങും. പിന്നെ ഇവന് ആർക്കും പിടിച്ചാൽ കിട്ടത്തില്ല. റൺവേ കൂടെ ഓടുന്നവൻ ഓർത്തോ, നീ പൊങ്ങാൻ സമയമായി. കാരണം നിന്നെ കുറിച്ചുള്ള നന്മയുടെ ദൂതുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുക. സ്തോത്രം. ഈ ജോസഫിന് മാത്രമാണ് ദർശനം. ചേട്ടന്മാര് പൊങ്ങിയില്ല കേട്ടോ, ജോസഫ് പൊങ്ങിയുള്ളൂ. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ ദർശനം പ്രാപിച്ചോളും കേട്ടോ. ആമേൻ. എന്നാലേ പൊങ്ങാൻ പറ്റത്തുള്ളൂ. എൻ്റെ അപ്പനും അമ്മയും ബന്ധക്കോസുകാരനാണ്. സ്തോത്രം. എൻ്റെ വല്യപ്പൂപ്പൻ അഭിഷേകം പ്രാപിച്ചതെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രയോജനമില്ല. അത് എന്നെ വന്നാലേ നടക്കത്തുള്ളൂ. സ്തോത്രം. പാരമ്പര്യം പറയാനല്ല കേട്ടോ. ഇന്ന് രാത്രി പരിശുദ്ധമ പറയുക, നീ പൊങ്ങണമെന്നുണ്ടെങ്കിൽ നിന്റെ അകത്ത് തീ കത്തണം. ഈ ഫ്ലൈറ്റിന്റെ അകത്ത് കത്തുന്ന തീയുടെ ശക്തി നിങ്ങൾക്കറിയാവോ? അതിന്റെ അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുക. ആ തീയാണ് അതിനെ ഉയർത്തുന്നത്. ഇന്ന് രാത്രി നിന്റെ അകത്ത് തീ കത്തുമ്പോൾ നീ പൊങ്ങാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. സ്തോത്രം. ഈ ബാബേലിന്റെ ഒരു പ്രശ്നം എന്തെന്നറിയാമോ? കലക്കത്തിന്റെ ശക്തി. എന്റെ സമയം തീരായി കേട്ടോ. ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം കലക്കം എന്ന. സ്തോത്രം. ഇന്ന് രാത്രി അടുത്തത് ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? മനുഷ്യന്റെ ഐക്യത, ദൈവമില്ലാത്ത ഐക്യത. അതാണ് ബാബേൽ ഗോപുരം. ശ്രദ്ധിച്ചോണം. ബാബേൽ ഗോപുരത്തെ ദൈവം തകർക്കാനുള്ള ഒന്നാമത്തെ കാരണം അവർക്ക് യൂണിറ്റി ഉണ്ട്, പക്ഷെ ദൈവ സാന്നിധ്യമില്ല. സ്തോത്രം. ഇന്നത്തെ പലയിടങ്ങളിലെ സഭകളിലും പോയി കഴിഞ്ഞാൽ ഭയങ്കര യൂണിറ്റിയാ. സ്തോത്രം. പക്ഷെ എന്നാ ഇല്ല, പരിശുദ്ധാത്മാവിന്റെ ചലനമില്ല. അതുകൊണ്ട് എന്നാ സംഭവിക്കുന്ന അവിടെ ഭയങ്കര കലക്കവാ. വെളിപ്പാട് അറിയുക, അവിടെ ഭയങ്കര കലക്കവാ. നിന്റെ കുടുംബത്തിൽ കലക്കം ഉണ്ടെങ്കിൽ ഓർത്തോ, ബാബേലിന് ശക്തി ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. ആമേൻ. നിന്റെ സഭയിൽ കലക്കം ഉണ്ട് ഓർത്തോ, അവിടെ ബാബേലിന് ശക്തി ഉണ്ടെന്ന് ഓർത്തോ. ഇന്ന് രാത്രി പരിശുദ്ധമ പറയുക, ആ കലക്കത്തെ ഞാൻ മാറ്റും. സ്തോത്രം. ബാബേൽ പോകുമ്പോൾ വിടുതൽ ആരംഭിക്കും. ഇത് എനിക്ക് ദൈവം തന്നെ വെളിപ്പാടാണ് കേട്ടോ. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യമുണ്ട്, മഹാബാബേൽ. സ്തോത്രം. മഹാബാബേലിനെ ദൈവം വീഴിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധമ പറയുക, സ്തോത്രം, ചില ബാബേലിന്റെ ശക്തികളെ ഞാൻ എടുത്തു മാറ്റാൻ പോകും ദൈവസഭയിൽ നിന്ന്. ഭാരതത്തിലെ ദൈവസഭകൾക്കകത്ത് ഭരിക്കുന്ന ബാബേലിന്റെ ശക്തികളെ ഞാൻ എടുത്തു മാറ്റും. സ്തോത്രം. താഴോട്ടേക്ക് വരുമ്പോൾ മനസ്സിലാകുന്നു, ഈ പ്രവചനം പരിശുദ്ധാത്മാവ് ഇരമ്യാവിൽ കൂടെ പറയുന്നത്, സ്തോത്രം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരത്തെ കുറിച്ച് പറയുന്നു. എന്നാൽ ഈ പ്രവചനത്തിന്റെ നിവൃത്തീകരണം എപ്പോഴാണ് നടന്നതെന്ന് അറിയാമോ? നമുക്ക് വായിക്കാം. യെസ്രായിയുടെ പുസ്തകം ഒന്ന് എടുക്കാമോ? യെസ്രായിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കണം. യെസ്രായിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. പാർസി രാജാവായ കോരസിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരസിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്നാൽ രാജാവ് കോരസ് ഇപ്രകാരം. ഓക്കെ. ഇരമ്യാവ് പറഞ്ഞത് എന്നാന്നറിയാവോ? നമ്മൾ നേരത്തെ വായിച്ചത് മറക്കണ്ട. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിക്കത്തുള്ളൂ. ഇരമ്യാ പ്രവാചകൻ മരിച്ചു. സ്തോത്രം. പക്ഷെ പ്രവചനം മരിച്ചില്ല. ആമേൻ. പണ്ട്, സ്തോത്രം, എന്നോടൊരു പ്രവാചകൻ ഒരു പ്രവചനം പറഞ്ഞു, ബാംഗ്ലൂർ വെച്ച്, കർണാടകയിൽ വെച്ച്. ആ പ്രവാചകൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി കേട്ടോ. പക്ഷെ ആ പ്രവാചകൻ പറഞ്ഞ പ്രവചനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. ആമേൻ. സ്തോത്രം. മനസ്സിലായില്ല? ആമേൻ. ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞെങ്കിൽ ആ പ്രവചനത്തിന് നിവർത്തീകരിക്കുന്നതിന് മുന്നേ നിന്റെ കണ്ണടയത്തില്ല.
സ്തോത്രം. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ് അദ്ദേഹം വിട്ട് മണ്ണോട് മണ്ണായി. പക്ഷേ യെസ്രായുടെ പുസ്തകത്തിലോട്ട് എത്തിയപ്പോൾ യിരെമ്യാ പ്രവാചകൻ പൊങ്ങി. ഓ സ്തോത്രം. ദൈവാത്മാ പറയാ, വാഗ്ദത്തമുള്ളവനെ കൊല്ലാനൊക്കത്തില്ല, അവൻ കാലത്തിന്റെ പോക്കിൽ പൊങ്ങിക്കേറും. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. യിരെമ്യാ പ്രവാചകൻ പ്രകാരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് ദൈവം കോരേശിന്റെ മനസ്സിന് ഉണർത്തിയെന്ന് ദൈവാത്മാ പറയുക. ഉറങ്ങിക്കിടക്കുന്ന ചില വാഗ്ദത്തങ്ങളെ ഉണർത്തേണ്ടതിന് ദൈവാത്മാവ് ദിവസങ്ങൾ ജാഗരിക്കുക. ഓ യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. വർഷങ്ങളായിട്ട് ആരുടെയൊക്കെയോ വാഗ്ദത്തം ഉറങ്ങിക്കിടക്കുക. സ്തോത്രം. ഞാൻ രാജാക്കന്മാരെ ഉറക്കം കളയും. ഓ നിന്റെ വാഗ്ദത്തം നിവൃത്തീകരിക്കേണ്ടത് നിന്റെ കമ്പനിയുടെ MDയുടെ ഉറക്കം കളയും. ഓ സ്തോത്രം. ചില രാജാക്കന്മാരുടെ ഉറക്കം കളയും. യേശുവിന്റെ നാമത്തിൽ ചിലത് കയറി വരാൻ സമയമായി. ആ സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് പറയുക, ഉഡാമന വൈഷമന റഗൽഖമാന, ട്രാക്ക് മാറുന്നത് പോലെ നിങ്ങളുടെ വഴികൾ മാറാൻ പോകുക. ഷമാന സത്തൽ ഖമാന, ഒരു ട്രാക്ക് മാറുന്നത് പോലെ ഈ ദിവസങ്ങളിൽ അടുത്ത ലെവലിലോട്ട് നിങ്ങൾ മാറുന്നൊരു വെളിപ്പാട് ഞാൻ കാണുന്നു. അസ്തൽ ഖമാന ദൂര മാന റഗൽ ഖമാന. എന്തോ മെയ് മാസത്തോട് ബന്ധപ്പെട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഷറഗൽ ഖമാന സന്തൽ വൈഡര ജഗൽ ഖമാന. ചില ഗൾഫ് കൺട്രീസുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ലൈഫിൽ ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. നിങ്ങൾ കാലങ്ങളായി സ്തോത്രം ഓമനിച്ചുകൊണ്ട് നടക്കുന്ന ചില സ്വപ്നങ്ങളെ പരിശുദ്ധമായ ദിവസങ്ങളിൽ വെളി കൊണ്ടുവരുമെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. ഉടര ഷമാന വൈഡ അരകൽക്കമാന. നിങ്ങൾക്ക് കടക്കാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധിയെ ദൈവാത്മാവിനെ കാണിക്കുക. ഓ അതിന്റെ മുകളിൽ ദൈവം ഒരു പാലം ഇടുന്നത് പോലെ ഒരു വെളിപ്പാട് ഞാൻ കാണുന്നു. ഓ സ്തോത്രം. നിങ്ങളുടെ ഒരു മേഖലയിൽ അടുത്ത ലെവലിലോട്ട് നിങ്ങൾ കയറും. ഈ ദിവസങ്ങളിൽ മെയ് മാസത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ഒരു അത്ഭുതം നടക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചില വിവാഹങ്ങൾ നടക്കുന്നത് പോലെ, നിങ്ങളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട് ചില വിവാഹങ്ങൾ നടക്കുന്നത് പോലെ എന്തോ ചില കാര്യങ്ങൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് ചെയ്യുക. ഉഡാറകൽക്കമാന സന്തല റകൽക്കമാന. സിസ്റ്ററെ, എന്തെങ്കിലും വിവാഹങ്ങൾ നടക്കാറുണ്ടോ? ഉഡാമന വൈഷമന റകൽക്കമാന. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വിവാഹത്തിന് വേണ്ടി സ്തോത്രം എന്തെല്ലോ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. അടല മനക വൈഡന ശംദല റകൽക്കമാന അസ്തരാജ്. മെയ് മാസത്തോട് ബന്ധപ്പെട്ട എന്റെ സിസ്റ്റർ പറഞ്ഞേ. ഓക്കെ. മെയ് മാസത്തോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ചലനം നടക്കാൻ പോകുക. ഓ സ്തോത്രം. മെയ് മാസം എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ഉഡാമന റബൽഖമാന. പരിശുദ്ധമാനോട് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കും. ദൈവാത്മാവ് നിങ്ങളുടെ മകളുടെ കൈകളിൽ സ്തോത്രം ഒരു പ്രത്യേക ഒരു എസ്തേറിന്റെ കയ്യിൽ ലഭിച്ചതുപോലുള്ള ഒരു എന്തോ ഒരു നന്മ ഹാൻഡ് ഓവർ ചെയ്യുന്നത് കാണുക. സ്തോത്രം. എസ്തേറിന്റെ കയ്യിൽ ലഭിച്ചതുപോലൊരു നന്മ ഹാൻഡ് ഓവർ ചെയ്യുന്നത് കാണുക. 2 വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ എഴുന്നേക്കും. ഉഡാമന. 2 വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ എഴുന്നേക്കും. ഉഡാ ഷമാന ശംദൽ വൈഡ അരകൽഖമാന. നിങ്ങളുടെ ദേശത്ത് മറ്റു പലരും അസൂയപ്പെടുന്നത് പോലുള്ള ചില ബ്ലെസ്സിങ്ങുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാൻ പോകുക. പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്നു. ഓ എന്റെ സമയം കഴിയാറായി. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധമാവും. ഞാൻ പറഞ്ഞല്ലോ, പ്രവചന മണ്ഡലം കയറി വന്നിരിക്കുക. പ്രസംഗിക്കാൻ ഒക്കുന്നില്ല. സ്തോത്രം. ഇന്ന് ആ പ്രിയ ബ്രദറിനോട് ദൈവാത്മാ പറയുക, ദൈവം നിങ്ങളെ പല സ്ഥലങ്ങളിൽ ഇരുത്തിയെങ്കിലും സ്തോത്രം ആ സ്ഥലത്തൊന്നും നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത മേഖല പോലെ ഉടര വടര ഖമാന റമന്ദ സന്തല ഷമാന. എന്നാൽ നിങ്ങൾ ദൈവത്തെ നീതിയെ കാണാൻ പോകുകയാണ്. ഉദാമന. നിങ്ങൾക്ക് എന്തൊക്കെ ഫിനാൻസ് ഒരുങ്ങി വരുന്നത് പോലെ, ഒരു മേഖലയിൽ ബ്ലോക്കായി പോയ മണ്ഡലങ്ങൾക്കകത്ത് ഫിനാൻസ് ഒരുങ്ങി വരുന്നത് പോലെ ദൈവത്തിന്റെ കരം ചലിക്കും. അടല ബാബേലിന്റെ കീഴിൽ നിങ്ങൾ വർഷങ്ങൾ ഇരുന്നതാ. സ്തോത്രം. നിങ്ങൾ ഒരു വലിയ തടസ്സങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചിലരുടെ കൂടെ നിങ്ങൾ കാലങ്ങൾ ഇരുന്നു. പരിശുദ്ധമ്മ പറയുന്നു, നിങ്ങൾ ആ വ്യക്തികൾ അത്ഭുതപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കും. സ്തോത്രം. ചിലതെല്ലാം
സ്വന്തമായി നിങ്ങൾ വാങ്ങിക്കും കേട്ടോ. ഓ ഉഡാമന, ചില പേപ്പർ വർക്കുകളും മുദ്ര പേപ്പറുകളിൽ ചിലതൊക്കെ സീൽ ചെയ്യുന്നൊരു വെളിപ്പാട് ഞാൻ കാണുക. അഡാമന വൈഡാർഗൽഖമാന, സീലയും ചിലതൊക്കെ സീലയും. പരിശുദ്ധന്മാവിത നിങ്ങളുടെ ദൈവം അടുത്ത ലെവലിലോട്ട് മാറ്റാൻ പോകുക. നിങ്ങളുടെ സമയം കഴിഞ്ഞു പോയി ആരല്ലോ പറയുന്നു. നോ, സമയം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുക. ഉഡാമന റഗൽഖമാന, സ്തോത്രം. യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങൾക്കൊക്കെ അത്ഭുതം ചെയ്യാൻ പോവുക. ആ സ്തോത്രം. പരിശുദ്ധമാവ് ചില കുടുംബങ്ങളോട് സംസാരിക്കുന്ന സോജിയ എന്ന് പറയുന്ന ആ സിസ്റ്ററോട് പരിശുദ്ധമാവ് സംസാരിക്കുക. ഉടര അസ്തര മന്ദൽ വൈഡ റഗൽഖമാന, നിങ്ങളുടെയും മുന്നിൽ ഒന്നും കാണാനില്ല. സ്തോത്രം. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് ഈ കടലിൽ ശിഷ്യന്മാർ പെട്ടതുപോലെ അമരത്ത് തലവെച്ച് യേശു ഉറങ്ങുകയാ. നിനക്ക് ഞങ്ങൾ നശിച്ചു പോകുന്നത് വിചാരമില്ലയോ എന്ന് ചോദിച്ചതുപോലെ ഉള്ള ചില മേഖലകളെല്ലാം പരിശുദ്ധമാവനെ കാണിക്കുക. ദൈവാത്മ പറയുന്നു, ഈ ദിവസങ്ങളിൽ യേശു നിങ്ങളുടെ ഭവനത്തിൽ എഴുന്നേക്കാൻ പോകുക. ഓ, നിങ്ങളുടെ അമരം തകരത്തില്ല. കാരണം അമരത്ത് യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് കിടക്കുക. ഉഡാമന വൈഡാർ, അയർലൻഡുമായി ഒരു ബന്ധം കാണിക്കുന്നു. ഉഡാമന, നിങ്ങളുടെ ജീവിതത്തിൽ അയർലൻഡുമായിട്ടുള്ള ചില ബന്ധങ്ങൾ പരിശുദ്ധമാവ് ചെയ്യുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോന്ന് അറിയത്തില്ല. ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വർഷങ്ങളായി ലഭിക്കേണ്ടതാ ചില കാര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ നീതി വെളിപ്പെടുമെന്ന് പരിശുദ്ധമ്മ പറയുക. ഇന്ന് രാത്രി വിശ്വസിച്ചോ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യും. എന്റെ സമയം കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാൻ പോകുക. പാർസി രാജാവായ കോരേശിന്റെ മനസ്സിന് ഉണർത്തിയ ദൈവം എനിക്ക് വേണ്ടി ചിലതിന് ഉണർത്താൻ പോകുക. അടുക്ക ദൈവാത്മാവ് ദൂത് പറയുന്നു കേട്ടോ. ഓ സ്തോത്രം. മേഴ്സി വിൽസൺ എന്ന് പറയുന്ന സിസ്റ്ററോട് പരിശുദ്ധമാവ് പറയുക, നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക വാക്തത്വങ്ങൾ നടക്കും കേട്ടോ. ഓ ഉഡാമന വൈഡാ റഗൽഖമാന, നിങ്ങളുടെ കുടുംബത്തിൽ സ്തോത്രം ചില മേഖലകൾക്കകത്തുള്ള ചില പൈശാചിക ബന്ധനങ്ങളെ ഞാൻ അഴിച്ചു മാറ്റുന്ന ദൈവം എന്ന് പരിശുദ്ധമാവ് പറയുക. ഒരു വർഷം, ഓ സ്തോത്രം, ദൈവാത്മാവ് എന്റെ മുന്നിൽ കാണിക്കും. ഒരു വർഷത്തെ സമയത്തിന്റെ അകത്ത് ചില സംഭവങ്ങളിലെല്ലാം നീക്കുപോക്കുണ്ടാകും. നക്ഷത്രം കാണുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചതുപോലെ നിങ്ങളുടെ ഭവനത്തിലും സന്തോഷത്തിന്റെ അനുഭവങ്ങളിലോട്ട് നിങ്ങൾ മാറാൻ പോകുക. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയുക, ഞാൻ കോരേശിന്റെ മനസ്സിന് ഉണർത്തും. കാരണം ഇരമ്യാവ് പ്രവചിച്ചിട്ടത് കോരേശ് എടുത്തുയർത്താൻ പോവുക. പരിശുദ്ധന്മാർ പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല.